ഓപ്പറേഷൻ ജാവ സെൻസർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ എൻ്റെ ആദ്യത്തെ അനുഭവമാണ് അത് എങ്ങനെയാണ് സെൻസറിപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അത് ചെറിയ ചെറിയ തെറി വാക്കുകളും ചെറിയ ചെറിയ ക്രൈമുകളെ പറ്റിയൊക്കെ നമ്മൾ മെൻഷനിങ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കട്ടുകൾ വരുമെന്ന് പലരും പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് സെൻസറിന് കയറുന്ന ആദ്യം ഇവർ എൻ്റെ ഇടയ്ക്ക് ചോദിച്ചു, ഇത് കോടതിയിലിരിക്കുന്നൊരു കേസല്ലേ, ഈ പ്രേമം സെൻസർ കോപ്പി ലീക്ക്, അതെങ്ങനെ നിങ്ങൾക്ക് സെൻസർ ബോർഡിൽ നിന്നാണ് ഇത് ലീക്കായതെന്ന് എങ്ങനെ അണ്ടർലൈ ചെയ്ത് ഈ സിനിമയിൽ പറയാൻ പറ്റും? ഇത് കോടതി ഇരിക്കുമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് അറസ്റ്റ് ചെയ്യുന്നവരെ മാം കാണിച്ചിട്ടുള്ളൂ, പിന്നെ അത് കോടതിയിൽ പോകുന്നതോ അതിനെ പറ്റിയുള്ള ചർച്ചകളോ ഒന്നും സൈബർ സെൽ പോലീസ് ഓഫീസർക്ക് ഇത് അറസ്റ്റ് ചെയ്യുന്നവരെ നമുക്ക് അവരുടെ കഥ പറയാൻ പറ്റും. അതിനുശേഷം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. നമ്മളും ആ സിനിമ അങ്ങനെയാണ്, ഇതിൻ്റെ അവസാനത്തെ കണ്ണീനെ നമ്മൾ അറസ്റ്റ് ചെയ്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അതവർ അണ്ടർസ്റ്റുഡ് ചെയ്തു, അതൊരു ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ അത് ചെറിയ ചെറിയ തെറി വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത് അത് മ്യൂട്ട് ചെയ്തുകൂടെ എന്ന് വേറൊരു മെമ്പർ ചോദിച്ചു. അപ്പം അത് മ്യൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ വന്നു. അപ്പം വേറൊരു മെമ്പർ വന്നു, അതിൻ്റെ അത് മാത്യൂസിനെ വീട്ടിൽ നിന്ന് പിടിക്കുന്ന സമയത്ത് അവൻ്റെ ലാപ്പിൻ്റെ പാസ്വേഡ് ഒരു ഉഗ്രൻ ഇംഗ്ലീഷ് തെറിയാണ്. അപ്പോൾ അത് മാറ്റണം എന്നൊരാൾ എന്ന് പറഞ്ഞു. അതൊരിക്കലും ഒരു സഭ്യമായ ഭാഷയല്ല. അപ്പോൾ ഉടനെ അവിടെ വന്ന സെൻസർ ബോർഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ആൾ പറഞ്ഞു അത് വെക്കണം എന്ന് പറഞ്ഞു. കാരണം അത് ബാഡ് പേരൻറ്റിങ്ങിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഒരു അമ്മ അച്ഛൻ അങ്ങനെ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്നൊരു പയ്യൻ്റെ ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് ഇങ്ങനൊരു വാക്കാണെങ്കിൽ അതൊരു വളരെ ബാഡ് പേരൻറ്റിങ് ആണെന്ന് കാണുന്ന അച്ഛനും അമ്മയും ചിന്തിക്കണം. അതുകൊണ്ട് ആ വാക്ക് അവിടെ നിൽക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെനിക്ക് ഇങ്ങനെയും അവരവിടെ ചിന്തിക്കുക, അതെനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട്. ഞാനങ്ങനെ ബാഡ് പാരൻറ്റിംഗ് ഒന്നും ചിന്തിച്ചിട്ടല്ല അത് ചെയ്തത്. പക്ഷേ അത് കാണാൻ വരുന്ന അച്ഛനും അമ്മയും നാളെ പോയി അവൻ്റെ ബാക്കിയുള്ളവരുടെ കുട്ടികളുടെ പാസ്വേഡ് എന്താണ് എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങണം. ഇപ്പം അവിടെ അങ്ങനെ ഒരു വാക്ക് കാണിച്ചാലേ ആ ചിന്ത അവിടെ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഐ ഓപ്പണിംഗ് ആയിട്ട് തോന്നി. കാരണം അതൊരു സെൻസർ ബോർഡിൻ്റെ വളരെ ബോൾഡായിട്ടുള്ളൊരു തീരുമാനമാണെന്ന് തോന്നി. അപ്പം അങ്ങനെയുള്ള ഡിസ്റ്റൻസ് സെൻസർ ബോർഡിൽ നിന്ന് എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന സൗദി വെള്ളമൊക്കെ ചെയ്യുന്ന സമയത്തും അതിലും ഉണ്ടായിരുന്നു ഈ കുറച്ച് ബാഡ് വേർഡ്സ് എന്നൊക്കെ പറയുന്ന. ഞാൻ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു ഞാൻ കാണുന്ന സൊസൈറ്റിയുടെ ഇൻ്റർപ്രിട്ടേഷനാണ്. ഞാൻ കാണുന്ന കോടതിയിലും ഞാൻ കാണുന്ന പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ എനിക്കത് അത്രയേറെ ബിലീവബിൾ ആണെങ്കിൽ ഞാൻ അങ്ങനത്തെ ചില വാക്കുകൾ സിനിമയിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് അന്ന് ചോദിച്ചു, സൗദി വെള്ളമൊക്കെ ഫാമിലി ഏറ്റെടുക്കേണ്ട സിനിമയല്ലേ, അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ കുറച്ച് വാക്കുകൾ അത് മ്യൂട്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് മ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ചില സ്ഥലങ്ങൾ മ്യൂട്ട് ചെയ്ത് ഞാൻ ഒരു കാര്യത്തിനോട് ഞാൻ ഭയങ്കര ഉറച്ചു നിന്നു. ഞാൻ ഈ പറഞ്ഞ അതിൻ്റെ അകത്ത് ആ സത്താർ എന്ന് പറഞ്ഞ ആൾ എൻ്റെ അടുക്കൽ ബിനു പപ്പു പോയി ചത്തുകൂടേടാ എന്ന് പറഞ്ഞൊരു ഡാഷ് തെറി വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അതും മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആ വാക്കാണ് അയാളെ ആ സിനിമയിൽ നിന്ന് പിന്നീട് ഇല്ലാണ്ടാക്കി കളയുന്നത്. അപ്പോൾ എനിക്ക് ആ വാക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ആ സിനിമയില്ല. അപ്പോൾ സത്താർ എന്ന് പറഞ്ഞ ആൾ ആ സിനിമയിൽ നിന്ന് ആത്മഹത്യ ചെയ്തതായിക്കോട്ടെ, അയാൾ നാട് വിട്ടു പോയതായിക്കോട്ടെ, അയാളെ തിരോധാനമായിക്കോട്ടെ, പക്ഷേ ആ വാക്കാണ് അയാൾ ഹോണ്ട് ചെയ്തത്. അയാൾ അത്രയേറെ സ്നേഹിച്ചൊരു ഉമ്മയിൽ നിന്ന് അയാൾക്ക് ഒറ്റപ്പെടേണ്ടി വന്നു. അയാളുടെ ഭാര്യ അയാളെ ഒറ്റപ്പെടുത്തി. പിന്നെ അയാൾ ഏറ്റവും സ്നേഹിക്കുന്ന കൂട്ടുകാരൻ പോയി ചത്തൂടേടാ ഡാഷ് എന്നൊരു വാക്ക് യൂസ് ചെയ്തതോടുകൂടി അയാളുടെ പിടിവള്ളി വിട്ടുപോയി. അപ്പോൾ ആ വാക്ക്, ആ വേർഡ് ആ സിനിമയിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അവരത് അന്ന് സമ്മതിച്ചു. അത് ഈ പറഞ്ഞ നമ്മൾ സിനിമയ്ക്ക് ആവശ്യമുള്ളത് ഗ്ലോറിഫൈ ചെയ്യാത്ത രീതിയിൽ യൂസ് ചെയ്യാനുള്ള ചോദിക്കാനും സംസാരിക്കാനുള്ള അനുവാദങ്ങൾ അവിടെ നടക്കാറുണ്ട്. ബാക്കി എൻ്റെ 2 സിനിമകളുടെ അനുഭവം ഇതാണ്.